ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബ്രിസ്ബെയിൻ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി ഒരുക്കുന്ന ജീവവചനമെന്ന വചനപ്രഭാഷണ പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനം ഇങ്ങനെ വായിക്കുന്നു. തിരുവെഴുത്തിൽ ഫറവോനോട് പറയുന്നത്, എൻ്റെ ശക്തി നിന്നിൽ കാണിക്കുവാനും എൻ്റെ നാമം ഭൂമിയിലെങ്ങും പ്രസിദ്ധമാകേണ്ടതിനും നിന്നെ ഞാൻ നിർത്തിയിരിക്കുന്നു. ഈ വേദഭാഗം പുറപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായം 16-ാം തിരുവചനം നാം വായിക്കുമ്പോൾ മോശയിലൂടെ യഹോവയായ ദൈവം ഫറവോനോട് പറയുവാനായിട്ട് പറഞ്ഞ് ഏൽപ്പിക്കുന്നതായ വചനഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു മനുഷ്യൻ്റെ മനസ്സ് കഠിനമാക്കുകയും അവൻ അല്ലെങ്കിൽ അവൾ ദൈവ ഇഷ്ടത്തിന് വിരോധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോലും ദൈവഹിതം ഈ ഭൂമിയിൽ നിറവേറ്റപ്പെടുവാൻ മുഖാന്തരമായി തീരും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 1918 സൗത്ത് ആഫ്രിക്കയിലെ മേസോ എന്ന് പറയുന്ന വില്ലേജിൽ ജനിച്ച് വളർന്ന, വളരെ ചെറുപ്പകാലം മുതൽ ദാരിദ്ര്യത്തിൻ്റെ വേദന മനസ്സിലാക്കിയ ഒരു മഹാനായ ഒരു മനുഷ്യനായി, നേതാവായി ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് നെൽസൺ മണ്ടേല. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് റോലിഹ് ലഹ്ല മണ്ടേല എന്ന് പറഞ്ഞാൽ ട്രബിൾ മേക്കർ എന്നാണ്. വാസ്തവത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സമയവും അപ്പാർത്തൈഡ് എന്ന വർഗ വിവേചന സംവിധാനം അടിച്ചേൽപ്പിച്ച ഒരു വലിയ ജനവിഭാഗത്തോടുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 1994 സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ജനാധിപത്യ രീതിയിലുള്ളതായ ഇലക്ഷന്റെ പൂർണ്ണത ഉൾക്കൊണ്ട ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെ അദ്ദേഹത്തിൻ്റെ ആ പോരാട്ടം തീവ്രമായി നിലകൊള്ളുകയും തനിക്കെതിരായവരെ എല്ലാം ആ സന്ദേശം അദ്ദേഹം സമയാസമയങ്ങളിൽ അറിയിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം 1994 മുതൽ 99 വരെയുള്ള തൻ്റെ പ്രസിഡൻഷ്യൽ കാലയളവിൽ തന്നെ ജയിലിൽ അടച്ചവരെയോ തനിക്ക് എതിരെ പ്രവർത്തിച്ചവരെയോ തൻ്റെ ജനതയ്ക്കെതിരെ കൃത്രിമമായി പലവിധമായിരിക്കുന്ന വർഗ വിവേചന സംവിധാനങ്ങളെ ഉണ്ടാക്കി വെച്ചവരെയോ ഒരിക്കൽ പോലും വേട്ടയാടുവാനോ അപഹസിക്കുവാനോ ജയിലിലടയ്ക്കുവാനോ തയ്യാറാകാതെ അദ്ദേഹം എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട് ആ ജനതയ്ക്ക് മുഴുവനുമായി മാതൃകയായി അദ്ദേഹം നിലകൊള്ളുകയാണ്. സൗത്ത് ആഫ്രിക്ക ഇന്ന് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ജനാധിപത്യ സംവിധാനമുള്ള ഒരു രാഷ്ട്രമായി ഉയർന്നു വരുന്നതിന് പ്രധാനമായ കാരണക്കാരൻ നെൽസൺ മണ്ടേലയാണ്. വാസ്തവത്തിൽ ഒരു സംവിധാനം ഏറ്റവും ക്രൂരമായി പ്രവർത്തിച്ചത് മുഖേന ഒരു നല്ല മനുഷ്യനെ ഈ ലോകത്തിന് കാണുവാനും ഒരു നല്ല ഭരണ സംവിധാനം ഈ ലോകത്തിന് പ്രദാനം ചെയ്യുവാനും സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും റോമാലേഖനത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചിലപ്പോൾ ഈ ലോകത്തിലെ ക്രൂരത നിറഞ്ഞ സാഹചര്യങ്ങളിലും ഈ ലോകത്തിലെ ദൈവനിന്ദ നിറഞ്ഞ സാഹചര്യങ്ങളിലും ദൈവ തേജസ് ഉയർത്തപ്പെടുവാനുള്ളതായ സാധ്യതകളിലൂടെ ഓരോ മനുഷ്യനെയും നടത്തുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പഴയ നിയമ പുസ്തകമായ എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം നാം പഠിക്കുമ്പോൾ ഇങ്ങനെ മൊർദെഖായി തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേറിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ഈ സമയത്ത് മിണ്ടാതെ ഇരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ
നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സമയത്തും ഉയർന്ന് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും തക്കവണ്ണം നാം ഓരോ സ്ഥലങ്ങളിൽ ആക്കി വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അത് ദൈവഹിതപ്രകാരമാണ് എന്നുള്ള ഒരു ബോധ്യമുണ്ടാകുക. അഹശ്വേരോശ് രാജാവ് ഉന്നത സ്ഥാനം നൽകി ആദരിച്ചിരുന്ന ഹാമാൻ എല്ലാ യഹൂദന്മാരെയും കൊന്നുകളയുവാൻ തക്കവണ്ണം രാജാവിൽ നിന്നും രാജകൽപ്പന വാങ്ങി അത് പരസ്യം ചെയ്തിരുന്ന സാഹചര്യത്തിൽ പോലും എസ്തേറിന്റെ ഇടപെടൽ മൂലം അവയൊക്കെയും നീങ്ങിപ്പോവുകയും ആ ജനതതി മുഴുവനും വീണ്ടും സന്തോഷിക്കുവാൻ കാരണമാവുകയും ചെയ്യുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവരുടെ ഒരു വീണ്ടെടുപ്പിന് ഒരു സാധ്യത ഞാൻ കാരണമാകുവാൻ ദൈവം എന്നെ നിർത്തിയിട്ടുണ്ട് എങ്കിൽ അതിനായിട്ട് നമുക്കൊരുങ്ങാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമാതായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥാ. കൃപ വേണം ഞങ്ങളിലെന്നും, അനവധിയായി സ്തോത്രം നാഥാ. കൃപ വേണം